അറിയാൻ തോന്നുന്നു. ആ സിനിമ ഞാൻ ഇന്നലെ ആക്ച്വലി സിനിമ കണ്ടിരുന്നു. ഞാൻ ഷാറുഖ് പേഴ്സണലി ഞാൻ പറഞ്ഞു എനിക്ക് ഞാനിപ്പോ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. കണ്ടവർക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടമായില്ലേ? ഷാറുഖ് അതെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ശരിക്കും ഉണ്ടോ? ഓക്കെ. ഹലോ മമ്മി എന്ന് പറയും. ഹലോ ഒച്ചയില്ല ഷാറുഖ്. എല്ലാവരും നിങ്ങൾ ഹലോ മമ്മി കണ്ടോ? ഓക്കെ. അപ്പൊ കാണാൻ പ്ലാൻ ഉണ്ടോ? കാണാൻ പ്ലാൻ ഉള്ളവർ ആ ശക്തി ഒന്ന് കാണിക്കാമോ? ഷാറുഖ് എല്ലാവരോടും ഒരുമിച്ചൊന്ന് ഹലോ മമ്മി എന്ന് പറയാൻ നമുക്ക് പറഞ്ഞാലോ? അവര് ഹലോ മമ്മി ഹാന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ പറയില്ലേ? Let's throw it for our hero on the count of 3. ആണോ? അവർ പറയുമായിരിക്കും. നമ്മൾ നോക്കാം. പറയോ? ഉറപ്പാണോ? On the count of 3 ഹലോ മമ്മി പറയാം. 1 2 3. താങ്ക് യു. Alright, thank you so much. ഇവിടെ ഞാൻ ആക്ച്വലി ഐഷു വന്നപ്പോ ഒന്ന് തിരിക്കുന്ന ഷറഫുഖാന്റെ ഒരു ഡയലോഗാണ്. ദേ വരണു പ്രേതക്കൊന്നു. പക്ഷെ ഓരോ ടീഷർട്ട് പക്ഷെ അത് സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഞാൻ പറയട്ടെ, സംസാരിക്കട്ടെ. ഇതില് ഞങ്ങളിപ്പോ കുറെ തിയേറ്റേഴ്സിലായിട്ട് പോകുന്നു, ഒരുപാട് ഫാമിലി ഇരിക്കുന്നത് കാണുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നത് കാണുന്നു. അതായത് ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നതാ. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്താം. ഈ ലൈനിൽ തുടങ്ങുന്നത് ഇത് ഞങ്ങളുടെ ഞങ്ങൾക്ക് 6 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. കാരണം ഈ സിനിമ ഒറ്റയ്ക്ക് എടുത്താൽ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ട് 6 പേരുണ്ട്. അതിലൊരാളാണ് ഇത് സജിൻ ഒരുപാട് കാശിട്ടിട്ടുണ്ട് ഈ സിനിമയിൽ. ഇദ്ദേഹമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. വൈശാഖൻ എന്നാണ് പേര്. ആദ്യത്തെ പടമാണ് കേട്ടോ. അപ്പൊ എല്ലാവരും കാണണം പാവത്തിന് വേണ്ടിയിട്ട്. ഈ പാവത്തിന് വേണ്ടിയിട്ട് ഇത് ഗംഗാമേരി ചേച്ചിയാണ്. വകുപ്പിൽ എൻ്റെ അമ്മായിയമ്മയായിട്ട് വരുന്ന ഈ സിനിമയിൽ ബോണിയുടെ മദറാണ്. പക്ഷെ പുള്ളിക്കാരത്തിന് അത്ര പ്രായമൊന്നുമില്ല, പാവം. ചെറുപ്പക്കാരിയായ അമ്മ അല്ലേ? അതെ, വളരെ ചെറുപ്പക്കാരിയാണ്. പക്ഷെ അമ്മയാക്കി നിങ്ങൾ തിരിച്ച് ഇദ്ദേഹമാണ് സാൻജോ ജോസഫ്. ഫാലിനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഫാലിനിയുടെ എഴുത്തുകാരനാണ് ഈ പടത്തിൽ. ഹലോ മമ്മിയുടെയും എഴുത്ത് പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അശ്വന്ത് കോക്കിന്റെ റിവ്യൂ കണ്ടവരുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ നന്നായിട്ടൊന്ന് നോക്കിക്കോ, ഇല്ലെങ്കിൽ ഇനി പോയി കണ്ടു. സോറി, ഇത് പിന്നെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. ഇതാണ് എൻ്റെ ബോണി. പാട്ടൊക്കെ ഇടാൻ തുടങ്ങിയത് എന്താ പറയുന്നത്? ഇത് അടുത്തൊരു പ്രൊഡ്യൂസറാണ്, സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറാണ് രാഹുൽ ഇയസ്. ഇതിൽ പറ, ഇത് സിനിമയിലെ അളിയനായിട്ട് വരും. എൻ്റെ എല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ല, ഒരുപാട് സന്തോഷം ഇവിടെ വന്ന് എല്ലാവരെയും കാണാൻ സാധിച്ചാൽ. ഒരുപാട് സന്തോഷം. കാണാത്തവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഫാമിലികൾക്കായിട്ടുള്ള ഫിലിമാണ്, എൻജോയ് ചെയ്യുക. ഒരു പ്രൊഡ്യൂസറും കൂടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സുമാരുടെ അയ്യരുകളി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അയ്യരുകളി തന്നെയാണ് വൺ ഓഫ് ദ അതർ പ്രൊഡ്യൂസേഴ്സ് ഐ ബിൻ. സോ യെസ്, കാണാത്തവർ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അല്ല, നിങ്ങളുടെ അടുത്ത് നമുക്ക് ഇനിയും ചോദിക്കാനുണ്ട്. ഷാറുഖ്, I invite you to please step forward. അപ്പൊ ഞങ്ങളിവിടെ പറയായിരുന്നു, സിനിമ കണ്ടവർക്ക് എല്ലാവർക്കും ഷാറുഖിനെ ഭയങ്കര ഇഷ്ടമായി. സ്ക്രീനിൽ ലൈക്ക് ത്രൂ ഔട്ട് ഒരു ഹീറോ വേഷത്തിൽ, അതും ഒരു ഹ്യൂമറസ് ഹീറോ ആയി വന്നിരിക്കുകയാണ്. ആ ഒരു പേടിയും അതുപോലെ തന്നെ ചിരിയും അത് ഒരേ ലെവലിൽ ആ ഒരു മീറ്റർ പോവാതെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഹൗ വാസ് ബോണി ഫോർ യു? എങ്ങനെയുണ്ടായിരുന്നു ബോണി? അല്ല, ബോണി ഞാനീ പറഞ്ഞ പോലെ ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അന്ന് തന്നെ അപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞതാണ്. അപ്പം എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം എന്താ പറയുക, ഈ ബോണിയുടെ സാഹചര്യങ്ങളാണ്. അപ്പോൾ അത് കണ്ട് എല്ലാവരും സിനിമ കണ്ട് തന്നെ അത് മനസ്സിലാക്കണം എന്നേ പറയാനുള്ളൂ. നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫാമിലി കുട്ടികൾക്ക് ഇതൊരു ഹൊറർ കോമഡി സിനിമയാണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ആക്ച്വലി ഒരു സ്ഥലത്ത് പോലും ഒരു ജംപ് സ്കെയറോ അല്ലെങ്കിൽ ഒരു പേടിപ്പിക്കുന്ന ഒന്നുമില്ല.
സിനിമയുടെ അകത്ത് വളരെ ഫണ്ണായിട്ടുള്ള പാട്ടിലാണ് നിൽക്കുന്നത്. അതൊരു ഫാൻറ്റസി മൂഡാണ് സിനിമയ്ക്ക് ഉള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാവരും കാണാം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഷർഫുക. അടുത്തതായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രേമത്തിനെയാണ്. ഐഷു ആണ് സിനിമയിലെ താരം. മമ്മി ഐഷുവിനെ തൊട്ടവന്റെ അതെ കഥ പ്രശ്നമാണ്, പിന്നെ കാര്യം പോക്കാണ്. അപ്പൊ അതേപോലെയുള്ള വളരെ എന്താ പറയാ മമ്മിയുടെ പൊന്നോവനായിട്ടുള്ള സ്റ്റെഫിയാണ്. ഞാൻ ആക്ച്വലി ഇന്റർവ്യൂവിൽ കണ്ടപ്പോൾ ഇത്ര പരിപാടികൾ ഉണ്ടാവും വിചാരിച്ചില്ല. ഇത് ഭയങ്കര സംഭവമാക്കി കളഞ്ഞു നിങ്ങള്. ഇതൊരു കൂളായിട്ടുള്ള ഇന്റർവ്യൂ കണ്ടിട്ട് പോയി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റെഫി? ആക്ച്വലി ആ ഒരു അമ്മ മകൾ ബന്ധമൊക്കെ നമ്മൾ കണ്ടിട്ട് കുറച്ചാണ് കേട്ടോ അല്ലെ മലയാള സിനിമയിൽ ഭയങ്കര സ്ട്രോങ് ലൈക്ക് മോം ആൻഡ് ഡോട്ടർ അല്ലെങ്കിൽ മോം ആൻഡ് സൺ ആയിട്ടുള്ള സിനിമകൾ വരുന്നത് ഇപ്പോൾ റീസെൻ്റ്ലിയാണ്. അപ്പോൾ അതിലൊരു സിനിമയാണ് ഹലോ മമ്മി, വിച്ച് ഇസ് വൈ ഫാമിലി ഓഡിയൻസ് ആർ ലൈക്കിംഗ്. സോ അബൌട്ട് സ്റ്റെഫി ആൻഡ് ദി എൻറ്റയർ ജോണർ. എനിക്ക് ഇത്രയും അപ്രീസിയേഷൻ ഞാനിപ്പോൾ 7 വർഷമായി സിനിമയിലുണ്ട്. എനിക്ക് ഇത്രയും ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജസ് ആവട്ടെ, സിനിമ കണ്ടു, ഒരുപാട് ചിരിച്ചു, ഫാമിലി ആയിട്ടാണ് പോയത്, എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്നത് ഹലോ മമ്മി എന്നാണ്. അതുവരെ സീരിയസ് പടങ്ങൾ സീരിയസ് റോളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സന്തോഷമാണ് ആ കേൾക്കുന്നത്. പിന്നെ ഞങ്ങൾ തിയേറ്റേഴ്സിലേക്ക് പോകുമ്പോൾ ഈ ഫാമിലി ആയിട്ട് ഇത് കാണുന്നത് ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പം മമ്മിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് വീട് നിരത്തി ഇടാൻ പറ്റത്തില്ല, നനഞ്ഞ ചെറുക്കി കൊണ്ടുവന്ന് ബെഡിലിടാൻ പറ്റത്തില്ല. അതേപോലെ ഐഷുവിൻ്റെ മമ്മിക്ക് ഐഷു ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്ന സംഭവം എന്താണ്? അത് ഞാൻ ഇവിടെ പറയാൻ തുടങ്ങിയ കുറച്ച് സമയം എടുക്കുമായിരുന്നു. ചെറുതായിട്ടൊന്ന് ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു, ഓഡിയൻസിനോട് ചോദിക്കുകയായിരുന്നു നിങ്ങളുടെ അമ്മയ്ക്ക് എന്താണ് സ്ട്രിക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഡെഫിനറ്റ്ലി വി വോണ്ട് ടു ഹിയർ ഫ്രം എ ഹീറോയിൻ അല്ലേ? വേണമെങ്കിൽ ഒന്ന് കൈയടിച്ചേ. ഞാൻ ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ അമ്മ വേണം എന്നുള്ളത് സത്യം പറഞ്ഞ സമയത്തിന് ഭക്ഷണം കഴിക്കാത്തത്. അത് നന്നായിട്ട് വഴക്കുണ്ടാക്കാറും കിടങ്ങാറുമുണ്ട്. പിന്നെ അതല്ല പിന്നെ വലിയ പ്രശ്നങ്ങളാണ്. അത് ഇവിടെ പറയാൻ പറ്റത്തില്ല. കല്യാണം കഴിക്കില്ല, എടുക്കണില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ തൽക്കാലം സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഐഷു. താങ്ക് യു. റൈറ്റ്. അപ്പം ഐഷുമായിട്ട് സംസാരിച്ചപ്പോൾ ഐഷ പറയാനുണ്ടായി വൈഷ കേട്ടിട്ട് ഫസ്റ്റ് മൂവിയാണ് ഹലോ മമ്മി സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ ഈ സമയത്തും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തിയേറ്റേഴ്സിൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ പറ്റി, ഞങ്ങളൊക്കെ കാണാൻ സാധിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ചിരിച്ച് തന്നെ ഇറങ്ങാം എന്ന ഉറപ്പ് ഞങ്ങൾക്ക് തരാൻ പറ്റും. അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്ര നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം ചോദിച്ച ചോദ്യം ജോണർ, ഇതൊരു ഹൊറർ കോമഡി, ഫാൻറ്റസി കോമഡി ആ ഒരു കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ്. അതിനകത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ജോണറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സിനിമ ആ ഒരു ജോണർ തന്നെ ആദ്യ സിനിമ വരണമെന്ന് വിചാരിച്ച് തിരഞ്ഞെടുത്തത്. ഈ സിനിമയിൽ ഇപ്പം ഇവരെ കൂടാതെ തന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആൻഡി ചേട്ടനുണ്ട്, പിന്നെ ബോളിവുഡിൽ നിന്നും സണ്ണി ഹിന്ദുജിയുണ്ട്. അപ്പോൾ ബിന്ദു പണിക്കറാവുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ അതിനകത്ത് കുറേ എലമെന്റ്സ് ഉണ്ട്. അതെല്ലാം ഞങ്ങൾ ഇവിടുന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും ബർത്ത് വാച്ച് ആണ്. എന്ത് തന്നെയായാലും തിയേറ്ററിൽ പോയി കാണുക. കാരണം ആളുകളുടെ ഇടയിൽ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിന് വൈബ് കിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഷർഫേട്ടാ. ഇനി ഞാൻ നമ്മുടെ ഈ ഹലോ മമ്മിയുടെ റൈറ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടാണ് ബേസിക്കലി ചോദിക്കാനുള്ളത്. അതായത് ഹ്യൂമർ ആൻഡ് ഹൊറർ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ഫീലിംഗ്സ് ആണ്. ഇതിനെ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാർട്ട് നിങ്ങൾ കീഴടക്കിയത്. എനിക്ക് പേഴ്സണലി ഹൊറർ ഹ്യൂമർ, അങ്ങനെ ഹൊറർ കോമഡി എന്നുള്ള ജോണർ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പേഴ്സണലി അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിന് പുറത്താണ് ഇങ്ങനെ എഴുതി തുടങ്ങിയത്. ഫാമിലിക്ക് ശേഷം ചെയ്യുന്ന പടമാണ് ഹലോ മമ്മി. എന്തായാലും നിങ്ങൾക്ക് ഓരോ ഉറപ്പ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് തിയേറ്ററിൽ നല്ല ചിരികൾ, വർഷങ്ങൾക്ക് ശേഷം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ചിരി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് വരുന്നു. താങ്ക് യു. നേരത്തെ സംസാരിച്ചിരുന്നു, പക്ഷെ ഒരു പാട്ട് കൂടി നമുക്ക് ഇവരുടെ കൂടെ ഒരു പാട്ട് പാടും. എന്തായാലും അബൌട്ട് ക്യാരക്ടർ സദസ്സൊക്കെ ഭയങ്കര തണുത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് പാട്ട് പാടാൻ എനിക്ക്
എനിക്കൊരു പേടി ഏത് പാട്ട് പാടുന്നു പാട്ട് ഏത് ഡയലോഗ് എൻ്റെ ഡയലോഗൊന്നും അങ്ങനെ ഫേമസ് ആവാറായിട്ടില്ല അത് വരുന്നേ ഉള്ളൂ. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. പാട്ട് പാടണം. വേണം അത്രയും ജോ പാടണ്ടേ? ഞങ്ങൾ നേരത്തെ ഹലോ മമ്മിയുടെ പാട്ടൊക്കെ കേട്ടു ചേട്ടാ. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ പാട്ട് എഴുതി പാടി സിനിമയിൽ ഗംഭീരമായ പെർഫോമൻസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി വി വോണ്ട് ടു ഏതാ പാട്ട്? തന്തവൈബ് പാടും. കട്ടൻ ചായ പെട്ടെന്നങ്ങ് വിത്തൗട്ടായി, ഗെറ്റ് ഔട്ടായതുള്ളിലുള്ള നോട്ടി പോയി, സ്പീഡിൽ പോയ പയ്യനാകം മാറിപ്പോയി, പയ്യ പയ്യ ചോരത്തേള പാറിപ്പോയി, കുന്തളിച്ച കാലമൊക്കെ അന്തരിച്ച് പിന്നെ നെഞ്ചു വെഞ്ചരിച്ച പാത നോക്കി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഞാൻ ധനിച്ച് വേദനിച്ച നേരം എൻ്റെ അപ്പനെന്നെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച്, അപ്പ പുരിയല് ഇപ്പ പുരിയത് അപ്പം പറഞ്ഞത് ഇപ്പ പുരിഞ്ചത് இந்த വൈബ് തന്ത വൈബ് തന്ത വൈബ് തന്ത വൈബ് നല്ല വൈബ് നല്ല വൈബ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ എല്ലാവരും പടം ചെയ്തിട്ട് പോയി കാണാം, വിജയിപ്പിക്കാം. താങ്ക് യു. തമാശ പറയാൻ പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ തമാശ. തമാശ പറഞ്ഞ് പെട്ടെന്ന് നമ്മളെ രക്ഷിപ്പിക്കാൻ പറ്റും. പെട്ടെന്ന് തമാശ പറഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. വേറെന്താ പറയാ, വേറെന്താ പറയാ, നല്ല ചോദ്യങ്ങൾ, ക്വാളിറ്റി ചോദ്യങ്ങൾ അല്ല ആർക്കാണ് ചോദിക്കാനുള്ളത്? മികച്ച അവസരമാണ്. ആർക്കാണ് ചോദിക്കാനുള്ളത്? അവിടെ നിന്നാ മതി. the ball is in his court. ഹലോ മമ്മിയുടെ പാട്ടിലാണ്. ഹലോമയുടെ പാട്ടാണ് ഡാൻസ് കളിച്ചത്. അപ്പൊ ആരെങ്കിലും ഹലോമയുടെ പാട്ടിട്ട് കൊടുക്കൂ പ്ലീസ്. ദയവ് ചെയ്ത് കോർഡിനേറ്റേഴ്സ് പ്ലീസ്. ജോയിൻ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഷർഫുക ഈ ചേട്ടൻ എന്തായാലും ഒരു ടിക്കറ്റ് കൊടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. പ്രൊഡ്യൂസേഴ്സ് ഓക്കെ. താങ്ക് യു. സോ അടുത്തതായി ഞാൻ നമ്മുടെ ഇതിനകത്ത് ബോണിയുടെ അമ്മ വേഷം ചെയ്തിട്ടുള്ള ഗംഗ ചേച്ചി. ഞാൻ ആദ്യമായിട്ടാട്ടോ ലുലുവിലൊരു ഇവൻറ്റിന് വരുന്നത്. ഇതിൽ സ്വയമാണ് എൻ്റെ ക്യാരക്ടറിന് വേണ്ടി ബോണിയുടെ അമ്മയായിട്ടാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഓഡിയൻസിൻ്റെ റെസ്പോൺസസ് ഞങ്ങൾ 2-3 ദിവസമായി തിയേറ്ററിൽ നേരിട്ട് കാണുന്നുണ്ട്. എല്ലാവരും ഞങ്ങൾക്ക് തരാനുള്ളൊരു ഉറപ്പ് ചിരിയാണ്. അതെന്തായാലും കൊണ്ട് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്തു. ഇനി അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത എല്ലാവരും പോയി എക്സ്പീരിയൻസ് ചെയ്യണം. നിരാശ എന്തായാലും ഉണ്ടാവില്ല. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉള്ളപ്പോൾ നമുക്ക് തള്ളാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. സോ ഡെഫിനറ്റ്ലി പോയി കാണുക. നിങ്ങളുടെ കാശ് മുതലാണ്. താങ്ക് യു സോ മച്ച്. Yes, that's a guarantee from the actress Ganga Meera. അപ്പം അടുത്തതായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ സജിൻ സർ പേർക്ക് ഹലോ മമ്മിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മളെ കാണിക്കാൻ പറ്റും. ചിലപ്പോൾ ഞാൻ പറ്റുമോ? ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലായിരിക്കും. ഷർഫുക പറഞ്ഞാൽ ചിലപ്പോൾ they might do it. നാളത്തേക്ക് ബുക്ക് ചെയ്താൽ മതി. ആണോ? നാളേക്ക് ബുക്ക് ചെയ്താൽ മതി. താങ്ക് യു ബ്രോ. ഒരു സെൽഫി, ഒരു ഗ്രൂപ്പ് സെൽഫി എടുക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബുക്ക് ചെയ്ത ടിക്കറ്റ് വരുന്നവർക്ക് വരാം അല്ലേ?
ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ പ്രൊഡ്യൂസർ സംസാരിച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കും. ബുക്ക് ചെയ്തവർക്ക് ഇവിടെ നമ്മുടെ ഹോൾ ടീമിൻ്റെ ഒപ്പം നിന്നിട്ട് ഒരു സെൽഫി എടുക്കാം, ഒരു ഗ്രൂപ്പ് സെൽഫി. Alright, so with that I am inviting our producer. അയ്യോ, വേറൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇന്ന് എല്ലായിടത്തും ഷോസ് ഹൗസ്ഫുൾ ആണ്. അപ്പോൾ ടിക്കറ്റ് ഇല്ല. അതാണ് ആദ്യമേ പറഞ്ഞത്. അതെ, കറക്റ്റ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നാളത്തേക്ക് ബുക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് കാണിച്ചാൽ മതി. ആൻഡ് യു ക്യാൻ വിൻ എ ചാൻസ് ടു ഗെറ്റ് എ ഗ്രൂപ്പ് സെൽഫി വിത്ത് ദ ടീം ഹലോ മമ്മി. വിത്ത് ദാറ്റ് നമ്മൾ അടുത്തതായി സംസാരിക്കാൻ പോകുന്നത് വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദ ഫിലിം സജൻ സാറാണ്. സർ റിക്വസ്റ്റിംഗ്. ഞാൻ അധികം പറഞ്ഞൊന്നും പഠിപ്പിക്കുന്നില്ല. ഇതുപോലെ ഇനിയും സിനിമകൾ എടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ സിനിമ കാണണം. നിങ്ങൾ കണ്ടാലേ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല സിനിമകളായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി കാണില്ലേ? എനിക്ക് അത് മാത്രമേ ചോദിക്കാനുള്ളൂ. നിങ്ങൾ തരുന്ന ഫീഡ്ബാക്കും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റിൻ്റെ ലാഭവും വെച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ടിക്കറ്റുകൾ എടുക്കുന്നത്, അടുത്ത സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ ദയവേത് സിനിമ കാണാൻ വേറെ ഒന്നും പറയണ്ട. ഒരുപാട് സ്നേഹം. താങ്ക് യു. ആർക്കെങ്കിലും ചെറുപ്പത്തിയോടോ ഐശ്വര്യോടോ എന്തെങ്കിലും ചോദ്യം ചോദിക്കണം. നല്ല ചോദ്യങ്ങൾ എനിക്കത് കേൾക്കുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് ആരെങ്കിലും ആർക്കെങ്കിലും ചോദിക്കണം. കിരലൻ ചോദ്യം. എൻ്റെ റെക്കോർഡ് 38. രണ്ട് സ്റ്റെപ്പ് ഇടാനുള്ളത് നിൽക്കണം. പ്ലീസ്, രണ്ട് സ്റ്റെപ്പ്. യെസ് യെസ് യെസ്. ഇക്ക എന്തായാലും ഹാപ്പി അല്ലേ? ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനൊരു തിയേറ്ററിക്കൽ ഡ്രാമാറ്റിസ്റ്റാണ്. ഈ അവസരം നമ്മൾ നൽകുന്നത് എനിക്ക് നല്ലൊരു അവസരം കിട്ടുകയാണെങ്കിൽ തന്നെ സിനിമയുടെ എൻ്റെ പാഷൻ എൻ്റെ വർക്ക് കമ്മിറ്റി ഇതിനോട് വേണ്ടി ഡെഡിക്കേറ്റഡ് അറിഞ്ഞിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളെല്ലാവരും ഒരുമിച്ച് എന്തായാലും വർക്ക് ചെയ്തിരിക്കും. ഹലോ മമ്മി കാണണം. ഇല്ല, കാണാൻ പോകുള്ളൂ. പോയി ഹലോ മമ്മി കാണണം. ഓക്കെ, ഓൾറൈറ്റ്. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് ഒരു ഹലോ മമ്മി ഫാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബിറ്റ്വീൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുടെ പേരൊക്കെ നമുക്കൊന്ന് ചോദിക്കണ്ടേ? എൻ്റെ പേര് അഖിൽ. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ് വന്നേ. ഞാനിവിടെ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്യുന്നത്. ഞാൻ ട്രിവാൻഡ്രം മേഖല. താങ്ക് യു സോ മച്ച്. ഇപ്പൊ നമ്മുടെ ഓഡിയൻസിന്റെ ഇടയ്ക്ക് എനിക്ക് മുസ്തഫ ഒരു പാട്ട് പാടണമെന്നാണ് പറയുന്നത്. മുസ്തഫ അടിപൊളിയായിട്ട് പാടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. മുസ്തഫയുടെ പാട്ടിനായി നമുക്ക് കാതോർക്കാം. കയ്യടി ഫോർ മുസ്തഫ. എല്ലാവർക്കും സുലേഖ മൻസൂറിന്റെ പാട്ട് ഇഷ്ടമല്ലേ? പാലൊക്കെ പറഞ്ഞു പടനോടിയ പാവന ഭൂമിക താണ്ടിയ സംഹിതയായി പലകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി പല പാവനമാനവ മാനസ സങ്കട സംഗതിയായി ചിന്തപ്പൂന്തോട്ടത്തെ ചന്തത്തിനാളെ ശങ്കപ്പൂമ്പാട്ടെ പാടേ ചിലയാളെ മധുമുനിയുടെ മണിമലരാകെ പൊമ്പൊടികൾ ചിന്തന പൊങ്കവി ചോക്കണ പോതികളായ പോവിതലാകണ കൊത്തു നിൽക്കണ പാട്ട് പാടണ മോഹത്തോടെ കന്മറകിട മണിയറയാതെ മലയാളി മണ്ണറയാതെ സുപ്രിയന സഭതലിത സരിഗമവതല സഭമതി നടകണ കഥികണ മോഹിച്ചു കണ്ടാലാകെ ആരാകെ മാറുന്നേ മധുരക്കിടാവിന്റെ പദവി തുറക്കുന്ന
സ്വർഗത്തിങ്കാലത്തെ പെട്ടയത്തീവിനാലെ നിന്നെ കണ്ടാലാകെ അഴകെ മാറുന്നു നിന്നെ കണ്ടാലാകെ അഴകെ മാറുന്നു. താങ്ക് യു. അടിപൊളിയായിട്ട് പുസ്തകം പാടി. അടുത്ത പരിപാടിയിൽ ഒരു വേറെ ഏതെങ്കിലും പഠനം നടക്കുമ്പോൾ മുന്നേറെ പാട്ട് പാടുന്നു. താങ്ക് യു. സോ നമ്മുടെ ഹലോ മമ്മിയുടെ സക്സസ് മീറ്റ് അവിടെ വൈൻഡപ്പ് ചെയ്യണം. ഐ ഹോപ്പ് നമ്മുടെ ആർട്ടിസ്റ്റ് റിക്വസ്റ്റ് ചെയ്യാണ്. നമ്മൾ റെഡിയാവാനും കേട്ടു, പക്ഷേ ഹലോ മമ്മി പാടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് വൈകി ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ വുഡ് യു പ്ലീസ് പ്ലേ ദ മ്യൂസിക്? ഐഷു is on the stage. ഷറഫക്ക, ഐഷു, അബ്ദുൽ Oh my darling, what's the dummy? Mommy, you're the supreme academy. Oh, mommy, academy, what an acting are you doing? Cause mommy's so hard, I feel like a papa, I got a me. Kayariki, please. ഓക്കെ റെഡി. വീഡിയോ ആണ്. ഇവിടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കാണ്. എന്തോ പെൺസിനെ പോയി കാണാൻ ഒരു റിലേഷൻഷിപ്പിലുള്ള പ്രശ്നമെങ്കിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ആവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തുറന്ന് പറയിച്ചെത്തി തുറന്ന് പറഞ്ഞ് തീരാത്ത എന്ത് പ്രശ്നങ്ങളും ഞാനാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. മമ്മി എടുത്ത് സംസാരിച്ചേക്കാം.